കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെതിരെ ഏറ്റവും കൂടുതൽ തെളിവുകൾ നിരത്തിയ ഒരു സംവിധായകനാണ് ബാലചന്ദ്രകുമാർ. ആ കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം നിർണായകമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ബാലചന്ദ്രകുമാർ ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ദിലീപും കാവ്യയും എത്തുമെന്നും സഹായിക്കാൻ ഈ സമയമാണ് ഉപയോഗിക്കാനുള്ളതെന്നും പ്രേക്ഷകർ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇവർ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ സഹായം എന്തായാലും എത്തും, അതുമാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ സമയത്ത് പ്രതികാരം കാണിക്കുമോ അതോ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുമോ? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. അത്രമാത്രം പകയുണ്ടായിരിക്കും ഈ മനുഷ്യനോട് അവർക്ക്. അതുകൊണ്ട് തന്നെ തീർച്ചയായും സഹായിക്കാനുള്ള മനസ്സ് കാണില്ല എന്ന് പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നു. സഹായിക്കാനുള്ള മനസ്സില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ അദ്ദേഹത്തിനോട് പെരുമാറിയാൽ മതി, അതുമാത്രമാണ് പറയാനുള്ളത്. പ്രേക്ഷകരുടെ ഇടയിൽ പോലും വളരെ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദിലീപ്, കാവ്യ, അതുപോലെ ഇപ്പോൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ബാലചന്ദ്രകുമാർ എന്ന വിഷയവും. ബാലചന്ദ്രകുമാർ വിഷയം വളരെയധികം ചർച്ച ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നുള്ള കാരണം തന്നെയാണ് ഇതിന് ഏറ്റവും അടിസ്ഥാനം. 2 വൃക്കകളും രോഗം ബാധിച്ച് അദ്ദേഹം ഹൃദയാഘാതവും വന്നതോടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. തിരുവല്ല KM ചെറിയാൻ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടെങ്കിലും അതിന് പണം വലിച്ചിരി വരുന്ന സാഹചര്യമാണ്. ഇതോടെ ചികിത്സയ്ക്ക് സുഹൃത്തുക്കളുടെ സഹായം തേടുകയാണ് ബാലചന്ദ്രകുമാറിൻ്റെ ഭാര്യ ഷീബ. കുറച്ചുകാലം മുൻപ് കിഡ്നിയിലെ കല്ലിന് ചികിത്സ നടത്തിയതിനു ശേഷമാണ് 2 വൃക്കകളും തകരാറിലായതെന്ന് വ്യക്തമാക്കുന്നു. ഇതിനു പിന്നാലെ തലച്ചോറിലെ അണുബാധയും വൃക്കരോഗവും ഒക്കെയായി ഇന്ന് പ്രതിസന്ധിയിലാണ് അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ബാലചന്ദ്രകുമാർ നീതിക്ക് വേണ്ടി രോഗകാലത്തും കോടതിയിൽ ഹാജരാകുകയും സാക്ഷിമൊഴികൾ നൽകുകയും ചെയ്തിരുന്നു. കുറെ കാലമായി വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിന്റെ 2 വൃക്കകളെയും അസുഖം ബാധിച്ചതോടെ നിരന്തരം ഡയാലിസിസ് നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായുള്ള ഹൃദയാഘാതവും സംഭവിച്ചിരുന്നു. സിനിമയിൽ നിന്നും ബാലചന്ദ്രകുമാറിന് വരുമാനമൊന്നും കാര്യമായി ലഭിച്ചിരുന്നില്ല. പല സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ട് പോയത്. രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായി തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരാകുമായിരുന്നു. വിചാരണ ഘട്ടത്തിൽ എല്ലാ ദിവസവും 4 മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വളരെയധികം വിഷമത്തോടെ തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇതുവരെ ചികിത്സയും മുന്നോട്ട് പോയ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടായിരുന്നുവെന്ന് പറയാം. ഇപ്പോൾ വീണ്ടും സഹായം ആവശ്യം വന്നിരിക്കുകയാണെന്നും അവർ പറയുന്നു. ദിലീപ് കേസിൽ ഇരയുടെ പക്ഷത്തു നിന്ന് നീതിക്ക് വേണ്ടി പോരാടിയ ബാലചന്ദ്രകുമാറിന് സഹായം എത്തിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നത്. ഇതിന് സുമനസ്സുകളുടെ സഹായം തേടുന്നുവെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ധനസഹായം നൽകേണ്ട തുകയും ഒക്കെ തന്നെ നൽകുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ ബില്ലിനത്തിൽ തന്നെ 5 ലക്ഷം രൂപ ഇതിനോടകം ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ബില്ലടയ്ക്കാൻ സാമ്പത്തിക സഹായം എങ്ങും ലഭിച്ചില്ല എന്നും ഭാര്യയും കുഞ്ഞുങ്ങളും ബന്ധുക്കളും പറയുന്നു. ഇതോടെയാണ് ഇപ്പോൾ ബാലചന്ദ്രകുമാർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.